വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഡിജിറ്റൽ സാക്ഷരത നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അഷ്റഫ് ഈ മുറ്റം ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തി. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഈ മുറ്റം ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി. മലപ്പുറം ജില്ലയിൽ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെയാണ്. ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് കൈകോർത്തപ്പോൾ അപൂർവ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ആലിപ്പറമ്പ് പഞ്ചായത്ത്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അഷ്റഫ് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ നടപ്പാക്കിയ ഈ മുറ്റം ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തി. 35.85 കിലോമീറ്ററായിരുന്നു ആലിപ്പറമ്പ്. അതിനനുസൃതമായ ജനസംഖ്യ ഇല്ലെങ്കിൽ പോലും വിശാലമായ ഭൂമി തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് പോണ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. 2 പഞ്ചായത്തിൻ്റെ 3 വില്ലേജിൻ്റെ ഒക്കെ ഉൾക്കൊള്ളൊരു പഞ്ചായത്താണ് എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് ചില ഏരിയകളിൽ വിദ്യാഭ്യാസവും വികസനവും ഒക്കെ മറ്റു ചില ഏരിയകളെ അപേക്ഷിച്ച് കുറവുള്ള സ്ഥലങ്ങളാണ്. അഫ്സൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് ഇത്തരം മേഖലകളിൽ അത് ഏറ്റെടുക്കാൻ താല്പര്യം ഉണ്ടാവുന്നുള്ള രീതിയിൽ തന്നെ ധൈര്യത്തിനാണ് എന്ന് കൃഷി സാറിനെ കണ്ട് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ഡിവിഷൻ മെമ്പർ KT അഷ്റഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യം നമ്മളെ വിളിച്ച് അന്വേഷിച്ചു, ഇത്തരമൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഗ്രാം, ആ ഒരു പദ്ധതി ഞങ്ങൾ നിങ്ങൾക്ക് ഏൽപ്പിക്കാം, അത് വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും നിങ്ങൾ നടത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നത് നമ്മുടെ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് ഞങ്ങളുടെ പഞ്ചായത്തിലെ ഏക സർക്കാർ LP സ്കൂളായിട്ടുള്ള തൂത ഗവൺമെൻറ് LP സ്കൂളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ ഒരു ലാബ് പുതിയ തലമുറക്ക് ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലത്തെ നിയന്ത്രിക്കുന്ന ടെക്നോളജി എന്നുള്ള രീതിയിൽ അതിലേറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന രീതിയിൽ ഏകദേശം 35 ലക്ഷം രൂപ ഞങ്ങളുടെ ഓൺ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് ഞങ്ങളൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് അത് അടുത്ത മാസത്തോടുകൂടി ഏകദേശം അതിൻ്റെ ഒരു ഉദ്ഘാടനത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമ്പോൾ മുഖ്യപ്രഭാഷണം നടത്തി. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപ ജെയിംസ്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ M മുഹമ്മദ് ബഷീർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഹമീദ് CH, CP ഹംസക്കുട്ടി, ജുബില ലത്തീഫ്, ജില്ലാ സാക്ഷരതാ മിഷൻ ക്ലറിക്കൽ അസിസ്റ്റന്റ് K മൊയ്തീൻ കുട്ടി, പ്രേരക് റജീന, VK ഈസ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രായം കൂടിയ പഠിതാക്കളെയും സർവേക്ക് നേതൃത്വം കൊടുത്ത MES കോളേജ് പ്രതിനിധിയെയും ചടങ്ങിൽ ആദരിച്ചു. റിസോഴ്സ് പേഴ്സണൽമാരായ RPമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇതോടൊപ്പം നടന്നു. പഞ്ചായത്ത് അംഗങ്ങൾ, പഠിതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.